അധ്യാപകർ പിടിയിലായ വടകര MDMA കേസിൽ മുഖ്യ സൂത്രധാരൻ ഷിൻഡോ ഷിബു എന്ന് കണ്ടെത്തൽ. നിരവധി ലഹരി കേസുകളിൽ പ്രതിയായ ഷിൻഡോ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെയാണ് ലഹരി കച്ചവടം നടത്തിയിരുന്നത്. വാട്സ്ആപ്പ് ചാറ്റുകളാണ് അന്വേഷണത്തിൽ നിർണായകമായത്. സരീഷ് PK വിവരങ്ങളുമായി ചേർന്നു. സരീഷ്, കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്ത ഒരു കേസാണ് വടകര MDMA കേസ്. അധ്യാപകരൊക്കെ ഉൾപ്പെട്ട ഒരു കേസാണ്. ഇതിലെ മുഖ്യ സൂത്രധാരൻ പിടിയിലാകുമ്പോൾ പോലീസ് പറയുന്നത് എന്താണ്? ഇയാളുടെ പശ്ചാത്തലം എന്താണ്? നിലവിൽ നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള നിരവധി തവണ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ലഹരി എത്തിക്കുന്നതിനിടെ പിടിക്കപ്പെട്ടിട്ടുള്ള വയനാട് സ്വദേശിയായ ഷിൻഡോ ആണ് ഈ കേസുകൾക്കെല്ലാം തന്നെ പ്രധാന കണ്ണി എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് ഇപ്പോൾ വിവരം ലഭിച്ചിട്ടുള്ളത്. സുൽത്താൻ ബത്തേരി സ്വദേശിയാണ് ഈ 22 വയസ്സുകാരൻ. ഇയാളാണ് കണ്ണൂർ, കോഴിക്കോട്, വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ വ്യാപകമായി ലഹരി വസ്തുക്കൾ എത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ തുടർച്ച എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ അധ്യാപകർ ഉൾപ്പെടെയുള്ളവരിലേക്ക് അന്വേഷണം എത്തുന്നത്. ആദ്യം നമ്മളൊക്കെ കരുതിയിരുന്നത് സഫ്വാനിലേക്ക് അന്വേഷണം വരുന്നു. സഫ്വാന ചെറിയ ക്വാണ്ടിറ്റി മാത്രമാണ് അന്ന് പിടികൂടിയിരുന്നത്. പിന്നീട് ഈ സഫ്വാന്റെ പിന്തുടർന്നാണ് യഥാർത്ഥത്തിൽ ഈ അധ്യാപകരിലേക്കൊക്കെ എത്തിയിരുന്നത് എന്നുള്ളതാണ്. പക്ഷേ 2 അറസ്റ്റാണ് യഥാർത്ഥത്തിൽ നിർണായകമായത്. ഈ അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായത് 2 അറസ്റ്റാണ്. ഒന്ന്, കഴിഞ്ഞ മാസം 28-ാം തീയതി കോഴിക്കോട് തന്നെ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ വടകര അറസ്റ്റുള്ള സഫ്വാന്റെ അറസ്റ്റ്. അതിന് തൊട്ടു പിന്നാലെ ഈ മാസം 2-ാം തീയതിയാണ് കണ്ണൂരിൽ വെച്ച് ഈ ഷിൻഡോയും ഒപ്പം തന്നെ ഒരു സുഹൃത്ത് തൃശ്ശൂർ സ്വദേശിനിയായ മരിയ റാണി, ഇവർ 2 പേർ പിടിയിലാവുന്നത്. ഇവരിൽ നിന്നും 23.779 ഗ്രാം മെത്താഫിറ്റാമിനും 64 ഗ്രാം കഞ്ചാവും പിടികൂടിയിരുന്നു. അപ്പോൾ സ്വാഭാവികമായും തൂഫാന്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ തൂഫാനുമായി ബന്ധപ്പെട്ട നിർദ്ദേശപ്രകാരം ഇവരുടെ സാമ്പത്തിക സ്രോതസ്സും അതോടൊപ്പം തന്നെ മറ്റു വിശദാംശങ്ങളും ഒക്കെ പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ഈ കസ്റ്റഡിയിലായ, അതായത് 28-ാം തീയതി അറസ്റ്റിലായ സഫ്വാനും അതോടൊപ്പം തന്നെ ഈ ഷിൻഡോയും തമ്മിൽ പണമിടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന് ആദ്യം വിവരം ലഭിക്കുന്നത്. പിന്നീട് വിശദമായൊരു പരിശോധനയിലാണ് BRCയിലെ 3 അധ്യാപകർക്ക് കൃത്യമായി ഇതിൽ പങ്കുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. ആദ്യം കീർത്തനയുടെ ഫോൺ പരിശോധിക്കുന്നു. ആ കീർത്തനയുടെ ഫോൺ പരിശോധിച്ചപ്പോൾ കൃത്യമായി ഈ ഷിൻഡോയുമായി നിരന്തരം വീഡിയോ കോൾ ഉൾപ്പെടെ നടത്തിയതായും പണം ട്രാൻസ്ഫർ ചെയ്തതായുമുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയായാണ് മറ്റ് പ്രതികളിലേക്ക് കൂടി എത്തുന്നത്. നിലവിൽ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് നിലവിൽ കസ്റ്റഡിയിലുള്ള അല്ലെങ്കിൽ അറസ്റ്റിലായ 5 പേരുമായും ഈ നിലവിൽ നേരത്തെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്ത അല്ലെങ്കിൽ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്ത ഷിൻഡോയുമായി പണമിടപാട് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. 5 പേരും പണം അയച്ചിരിക്കുന്നത് ഷിൻഡോയ്ക്കാണ്. അതും വലിയ തുക തന്നെ ഈ ഷിൻഡോയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇയാളാണ് യഥാർത്ഥത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വലിയ തോതിൽ ലഹരി കോഴിക്കോടും വയനാടും കണ്ണൂരും ഉൾപ്പെടെയുള്ള ജില്ലകളിലേക്ക് എത്തിക്കുന്നത്. അവിടെ നിന്നും ചില്ലറ വിൽപ്പനക്കാരിലേക്ക് പിന്നീട് വിതരണം ചെയ്യുന്ന ഒരു രീതിയാണ് അവലംബിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഏറ്റവും പ്രധാനമാണ് ഈ ഷിൻഡോയുടെ അറസ്റ്റ് എന്നുള്ളത്. നിലവിൽ എക്സൈസിന്റെ കസ്റ്റഡിയിലാണ് ഷിൻഡോയുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഈ കേസുമായി ബന്ധപ്പെട്ട് ഷിൻഡോയും അധ്യാപകരും ഒക്കെ തമ്മിൽ കണക്ട് ആവുന്നത് എങ്ങനെയാണ്? ഇപ്പം ഈ അധ്യാപകരുടെ കാര്യം നമ്മൾ അറിഞ്ഞപ്പോൾ ഇവർ ഇൻസ്റ്റഗ്രാം വഴി ആൾക്കാരെ നേരിട്ട് കാണാതെ ഉപഭോക്താക്കളെ ഈ സോഷ്യൽ മീഡിയ വഴി കണ്ടെത്തി ഈ വിതരണം ചെയ്യുന്നു എന്നുള്ള കാര്യമായിരുന്നല്ലോ. അപ്പം ഈ ഷിൻഡോയുമായിട്ട് ഇവരെ കണക്ട് ആക്കുന്ന കാര്യം എന്താണ്? നിലവിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഷിൻഡോ ആണ് യഥാർത്ഥത്തിൽ മൊത്ത വിതരണക്കാരൻ എന്ന് പറയുന്നത് ഷിൻഡോയാണ്. ഷിൻഡോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം ഷിൻഡോയും മറ്റ് ഏജന്റുകളും ചേർന്ന് വിതരണക്കാരിലേക്ക് എത്തിക്കുന്നു. അതിന് ഇടയിലാണ് ഈ ഇടനിലക്കാർ എന്ന രീതിയിൽ ഈ അധ്യാപികമാർ പ്രവർത്തിക്കുന്നത്. അധ്യാപികമാർ പണം പല ആളുകളിൽ നിന്നും സ്വീകരിക്കുന്നു. അതിൻ്റെ കമ്മീഷൻ കഴിച്ചുള്ള ബാക്കി തുക അത് ഷിൻഡോയ്ക്ക് നൽകുന്നു, ഷിൻഡോയുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുന്നു. അതിനുശേഷം ആർക്കാണ് എവിടെയാണ് ലഹരി എത്തിക്കേണ്ടത് എന്ന കാര്യവും വാട്സപ്പ് സന്ദേശമായി, അതായത് ഇവർ കൂടുതലായും വാട്സപ്പിനെയാണ് ഉപയോഗിച്ചിരുന്നത്. വാട്സപ്പിൽ തന്നെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള നമ്പറല്ല, വിദേശത്തു നിന്നുള്ള സ്വീകരിച്ച നമ്പർ, ആ നമ്പർ ക്രിയേറ്റ് ചെയ്ത് ഒരു വാട്സപ്പ് ഉണ്ടാക്കുന്നു. ആ വാട്സപ്പിലൂടെയാണ് കൂടുതൽ ചാറ്റുകൾ ഉൾപ്പെടെ നടത്തിയിരുന്നത്. ചില സമയങ്ങളിൽ, അതായത് ഈ രേഖകൾ പരിശോധിച്ചപ്പോൾ സ്കൂൾ സമയങ്ങളിൽ പോലും വീഡിയോ കോൾ ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. ഈ ഷിൻഡോയുമായി വീഡിയോ കോൾ ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് പണം ഇവരുടെ അക്കൗണ്ടിലേക്ക് എത്തിയാൽ
ആ പണം ഇവരുടെ കമ്മീഷൻ കഴിച്ച് ബാക്കി നേരെ ഷിൻഡോയിലേക്ക് പോകുന്നു. ഷിൻഡോ ജിജിൽ ഉൾപ്പെടെയുള്ള ഏജന്റുമാരെ ഉപയോഗിച്ച് അത് ഡെലിവറി ചെയ്യുന്നു. ആ ഒരു രീതിയാണ് ഈ കാര്യത്തിലെല്ലാം തന്നെ സ്വീകരിച്ചിരുന്നത്. ഇപ്പോൾ പോലീസ് സംശയിക്കുന്നതാണ് ആദ്യം ഷിൻഡോയിലേക്ക് ഇവർ എങ്ങനെ എത്തി എന്നുള്ളതാണ് ഇനി കണ്ടെത്തേണ്ടത്. പോലീസ് തന്നെ കരുതുന്നത്, അല്ലെങ്കിൽ SIT കരുതുന്നത്, ആദ്യം ഉപഭോക്താക്കൾ എന്ന രീതിയിൽ കോഴിക്കോട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ വിതരണക്കാരനായ ഷിൻഡോയിൽ നിന്നും ചെറുപൊതികൾ ഒരുപക്ഷെ ഇവർ വാങ്ങുകയും ആദ്യഘട്ടത്തിൽ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ടാകാം. അതിനുശേഷമാകാം പിന്നീട് ഏജന്റ് എന്ന രീതിയിൽ ഷിൻഡോയുമായി സംസാരിക്കുകയും ഒരു അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകർ എന്ന രീതിയിൽ അത് മറയാക്കി കച്ചവടം നടത്താം എന്ന ഷിൻഡോയുടെ നിർദ്ദേശപ്രകാരമായിരിക്കാം ഇത്തരത്തിലുള്ള വ്യാപാരത്തിലേക്ക് ഇവർ കടന്നിട്ടുള്ളത് എന്നുള്ളതാണ് കണ്ടെത്തൽ. എന്തായാലും നിലവിൽ കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. നമ്മളിപ്പം സമീപകാലത്ത് കേരളം ചർച്ച ചെയ്തതിൽ വലിയ പ്രാധാന്യത്തോടു കൂടി നമ്മളെല്ലാവരും എല്ലാ മനുഷ്യരും സംസാരിച്ച ഒന്നായിരുന്നു വടകരയിലെ MDMA കേസിലേക്ക്. അതിൽ പ്രധാനമായിട്ട് ഇപ്പം നമ്മൾ MDMA കേസൊക്കെ സാധാരണ ഇപ്പം പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്, വരാറുണ്ട്, പലരും അറസ്റ്റിലാവാറുണ്ട്. പക്ഷെ ഇത് അധ്യാപകർ തന്നെ പിടിയിലാക്കപ്പെട്ട, ഇവരെല്ലാം പരസ്പരം കണക്റ്റായി ഇവർ സോഷ്യൽ മീഡിയ വഴി ആൾക്കാരിലേക്ക് സാധനമൊക്കെ എത്തിക്കുന്ന ഈ ഒരു കേസിനെ അതീവ ഗുരുതര സ്വഭാവത്തോടു കൂടി കേരളം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്.